4 പതിറ്റാണ്ടിനിടയിൽ സമുദ്രമേഖലയിൽ സംഭവിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ്. ഇതിൻ്റെ പരിണതഫലമെന്ന രീതിയിൽ ഇന്ത്യയിൽ പല നഗരങ്ങളും അങ്ങനെ കടലിനടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരും കാലത്ത് താപനില 4 ഇരട്ടി ആയതിൻ്റെ ഫലമായി റെക്കോർഡ് വേഗത്തിൽ ചൂട് വർദ്ധിച്ചതുകൊണ്ട് തന്നെ അടുത്ത 75 വർഷത്തിനുള്ളിൽ ആഗോള താപനമെന്ന വില്ലൻ്റെ ഫലമായി ലോകത്തിലെ പല പ്രധാന നഗരങ്ങളും കടലിനടിയിലാക്കും. 2100 ആകുമ്പോഴേക്കും ആഗോള സമുദ്രനിരപ്പ് 6.2 അടി വരെയാണ് ഉയരാനൊരുങ്ങുന്നത്. ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ പൊക്കത്തിനോളം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പല നഗരങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിലൂടെയാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല തീരദേശ നഗരങ്ങളും ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ലോകത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതാകും. പലതും കടലിനടിയിലാകും. സമുദ്രനിരപ്പ് ഉയരുന്നത് ഇന്ത്യ അടക്കം വലിയ തോതിൽ തന്നെ ആയിരിക്കും ബാധിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരം മുംബൈ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കും. എന്തിനേറെ പറയുന്നു, കേരളവുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന പല തീരദേശ നഗരങ്ങളും വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നാണ് പഠനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കാരണമായി പറയുന്ന ഒരു വിഷയം സമുദ്ര മേഖലകളിൽ ചൂട് വർദ്ധിക്കുന്നത്. അതുപോൾ റെക്കോർഡ് വേഗതയിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ 40 വർഷത്തിനിടയിൽ സമുദ്രതാപനം 4 ഇരട്ടിയോളം വർദ്ധിച്ചുവെന്നാണ് എൻവയോൺമെൻറ്റൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. ഭാവിയിൽ ഇതിൻ്റെ വേഗത 10 മടങ്ങായി വർദ്ധിക്കും എന്നുള്ള മുന്നറിയിപ്പും ശാസ്ത്രജ്ഞർ തന്നെ നൽകുന്നുണ്ട്. 1980കളിൽ സമുദ്രോപരിതല ചൂട് 0.06 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത് 0.27 ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത 20 വർഷം കൊണ്ട് ഇതിൻ്റെ അളവ് വീണ്ടും വർദ്ധിക്കും. അത് 0.5 ഡിഗ്രിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഭൂമിയിൽ ആഗോള താപനത്തിൻ്റെ വേഗത നിർണ്ണയിക്കുന്നത് സമുദ്രം തന്നെയാണ്. ഈ സമുദ്രങ്ങളെ ചൂട് പിടിപ്പിക്കുകയും മഞ്ഞുരുകൽ പ്രക്രിയ വളരെ വേഗത്തിലാവുകയും ചെയ്യുമ്പോൾ സമുദ്രാന്തർഭാഗത്ത് ഉണ്ടാകുന്ന പ്രതിഭാസം അത് മനുഷ്യരാശിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സമുദ്രതാപനം വേഗത്തിലാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവും വേഗത്തിലാകുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ വരാനിരിക്കുന്ന വലിയ ദുരന്തം അതിൻ്റെ ആക്കം കുറയ്ക്കാനായി പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പല കാലാവസ്ഥാ ഉച്ചകോടികളിലും എടുത്തു പറയുന്ന വിഷയം ഹരിതഗ്രഹവാതക ബഹിർഗമനം കുറയ്ക്കുക. അതിന് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെയാണ് ഒരു പോംവഴിയായി ഇതിനെ എടുത്തു പറയാൻ സാധിക്കുന്നത്. പക്ഷേ അത് ശാശ്വതമല്ല. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ഉയരുന്നുണ്ട്. ഇനി വരും കാലത്ത് ഇതിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പിടിച്ചുകെട്ടാൻ സാധിക്കും? പ്രത്യേകിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെയും മറ്റ് ദുരന്തങ്ങളെയും തടയാനായി നമുക്ക് ഒരു മാർഗവുമില്ല. അതിൻ്റെ ആക്കം കുറയ്ക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പല തീരപ്രദേശങ്ങളും പ്രധാന നഗരങ്ങളും ഇങ്ങനെ വെള്ളത്തിനടിയിലാകുന്നത് നാം ഇനി കാണേണ്ടി വരും. അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ കൂടാതെ പല ഭൂഖണ്ഡങ്ങളും ഇതിൻ്റെ പരിണതഫലം ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും അധികം ബ്രിട്ടനെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. ലണ്ടൻ, ബർമൗൺസി, ഗ്രീൻവിച്ച്, വാറ്റ്സിയ, ചെൽസി തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ വെള്ളപ്പൊക്കം ബാധിത മേഖലയായി മാറും. ഇംഗ്ലണ്ടിൻ്റെ കിഴക്കൻ തീരം, ഹൾ, ഗ്രിംസ്ബി തുടങ്ങിയ പട്ടണങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ഇങ്ങനെ ഒരു നഗരമേ ഇനി ഒരു 10-50 വർഷങ്ങൾക്ക് ശേഷം കാണുവാനായി സാധിക്കാത്ത രീതിയിലേക്ക് മാറിയേക്കും. പീറ്റർബറോ, ലിങ്കൺ എന്നിവ ഉൾപ്പെടെയുള്ള ഉൾനാടൻ സ്ഥലങ്ങൾ പോലും കടുത്ത വെള്ളപ്പൊക്കത്തിൻ്റെ പരിണതഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. വെസ്റ്റേൺ സൂപ്പർമാരെ, ന്യൂപോർട്ട്, കാർഡിഫ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെയും സാരമായി തന്നെയാണ് ഇത് ബാധിക്കുന്നത്. ആളുകളെ കൂടുതൽ ദുരന്തത്തിലേക്ക്, കോടിക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കാൻ കാരണമായി മാറിയേക്കും. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രണാതീതമായി തന്നെ തുടരും. ഭൂമിയിലെ 1/3 ജീവി വർഗ്ഗങ്ങൾക്കാണ് വംശനാശം സംഭവിക്കാനിരിക്കുന്നത്. ഇനിയുള്ള 75 വർഷക്കാലം ഏറ്റവും ഭീകരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്.